മണി ന്യൂസിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. സ്വന്തമായി ഒരു വീട്, ഇത് ഒരുപാട് ഇന്ത്യക്കാരുടെ സ്വപ്നമാണ്. ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാന സ്ഥാപനമാണ് ഹൗസിംഗ് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ അഥവാ HDFC. HDFC ഭവന വായ്പാ രംഗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പേരുകളിൽ ഒന്ന്. എന്താണ് HDFCയുടെ കഥ? എങ്ങനെയാണ് ഈ സ്ഥാപനം വളർന്നത്? നമുക്ക് നോക്കാം. HDFC 1977 സ്ഥാപിതമായത്. ഇന്ത്യയിൽ ഭവന വായ്പ എന്ന ആശയം അത്ര പ്രചാരത്തിലല്ലായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് HDFCക്ക് തുടക്കമിടുന്നത്. സ്വകാര്യ മേഖലയിൽ ഭവന വായ്പ നൽകുന്ന ആദ്യത്തെ സ്ഥാപനങ്ങളിൽ ഒന്നാണ് ഇത്. പാവപ്പെട്ടവനും പണക്കാരനും ഒരുപോലെ ഭവന വായ്പ നൽകി എല്ലാവർക്കും വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുക എന്നതായിരുന്നു HDFCയുടെ പ്രധാന ലക്ഷ്യം. HDFC വളരെ പെട്ടെന്ന് തന്നെ ജനപ്രിയമായി മാറി. ഭവന വായ്പകൾ എളുപ്പത്തിലും സുതാര്യമായും ലഭിക്കാൻ തുടങ്ങിയതോടെ ഒരുപാട് സാധാരണക്കാർക്ക് സ്വന്തമായി വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചു. ഗ്രാമീണ മേഖലയിലും HDFC തങ്ങളുടെ സേവനങ്ങൾ വ്യാപിപ്പിച്ചു. വിവിധ തരത്തിലുള്ള ഭവന വായ്പാ പദ്ധതികൾ HDFC അവതരിപ്പിച്ചു. HDFC ഭവന വായ്പകൾക്ക് പുറമെ മറ്റു പല ധനകാര്യ സേവനങ്ങളും നൽകുന്നുണ്ട്. ബാങ്കിംഗ് സേവനങ്ങൾക്കായി HDFC ബാങ്ക് എന്നൊരു സ്ഥാപനവും ഇവർക്കുണ്ട്. ഇൻഷുറൻസ്, അസറ്റ് മാനേജ്മെന്റ് തുടങ്ങിയ മേഖലകളിൽ HDFC ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നു. ഒരു ഫിനാൻഷ്യൽ സർവീസ് ഗ്രൂപ്പായി HDFC വളർന്നു. 2023 HDFC ലിമിറ്റഡ് HDFC ബാങ്കുമായി ലയിച്ചു. ഇതൊരു വലിയ ലയനമായിരുന്നു. ഇന്ത്യയിലെ കോർപ്പറേറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ലയനങ്ങളിൽ ഒന്നായി ഇത് മാറി. ലയനത്തോടെ HDFC ബാങ്ക് കൂടുതൽ കരുത്തുറ്റ ധനകാര്യ സ്ഥാപനമായി വളർന്നു. ഇന്ത്യയിലെ ഭവന വായ്പാ വിപണിയിൽ HDFCക്ക് വലിയ സ്വാധീനമുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾക്ക് സ്വന്തമായി വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ HDFC സഹായിച്ചു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിലും HDFC വലിയ പങ്ക് വഹിച്ചു. HDFC ഒരു സ്ഥാപനം മാത്രമല്ല, സാധാരണക്കാരുടെ ഭവന സ്വപ്നങ്ങളുടെ പ്രതീകം കൂടിയാണ്. ഇന്ത്യൻ ഭവന വായ്പാ രംഗത്ത് HDFC ഇനിയും ഒരുപാട് കാലം മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.